ഹായ് ഗൈസ്, എല്ലാവർക്കും ഡെബീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫ്ലട്ടർ മലയാളം കോഴ്സിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഡാറ്റിലെ പലതരം ഡേറ്റ ടൈപ്സ്. അപ്പോൾ ഈ ഡേറ്റ ടൈപ്സിൽ നമ്മൾ ഓരോ വാല്യൂസ് ഒക്കെ കൊടുത്ത് ആ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പഠിച്ചു, അതുപോലെ അത് പ്രിന്റ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഡേറ്റ ടൈപ്സിൽ ഓരോ ഡേറ്റ ടൈപ്പിൻ്റെയും നമ്മൾ അതിൻ്റെ ഓപ്പറേഷൻസിനെ പറ്റി പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അരിത്മെറ്റിക് ഓപ്പറേഷൻ, അതായത് നമ്മുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനത്തെ നമ്പേഴ്സ് ബേസ് ചെയ്തുള്ള ഓപ്പറേഷൻസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡാറ്റ് പാഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ വോയിഡ് മെയിൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റ് പാഡ്. നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ കോഡൊക്കെ ചെയ്തത് ഈ ഡാറ്റ് പാഡിലായിരുന്നു. ഇനി നിങ്ങൾക്ക് ഡാറ്റ് പാഡിൽ നിന്ന് ഗൂഗിളിൽ അടിച്ച് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് അസൈൻമെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ആണ്. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ നമ്മൾ സാറിന് ഈക്വൽ ടു എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ഈക്വൽ ടു കണ്ടായിരുന്നു. അതായത് ഇപ്പം ഞാൻ ഇൻഡ് എ ഈക്വൽ ടു ബി അല്ലെങ്കിൽ എ ഈക്വൽ ടു 1. അപ്പോൾ ഈ ഈക്വൽ ടു ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ആദ്യത്തെ ഓപ്പറേറ്റർ. അപ്പോൾ ഈക്വൽ ടു എന്ന് പറയുന്ന ഈ ഇപ്പുറത്തെ സൈഡിലുള്ള വാല്യൂ, അതായത് ഇവിടെ 1 എന്ന് പറഞ്ഞ വാല്യൂ എ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എ എന്ന് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ, അപ്പോൾ ഞാൻ പ്രിന്റ് എ എന്ന് കൊടുത്താൽ അത് ആ എയിൽ എന്ത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്തത് ആ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ റൺ കൊടുക്കുമ്പം എന്റെ വാല്യൂ, അതായത് 1 എന്ന് പറഞ്ഞ വാല്യൂ പ്രിന്റ് ചെയ്ത് വരും. കണ്ടോ, 1 എന്ന് പറഞ്ഞ വാല്യൂ പ്രിന്റ് ചെയ്ത് വന്നു. അപ്പം ഈ ഈക്വൽ ടു എന്ന് പറയുന്ന ഈ സൈഡിൽ എന്ത് കൊടുത്താലും അത് പ്രിന്റ് ചെയ്ത് വരും. ഇപ്പം ഞാൻ വേറൊരു വാല്യൂ കൊടുക്കുക, അതായത് ഇപ്പം ഒരു ബി എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കുക, ഇൻറ്റ് ബി ഈക്വൽ ടു 2. എന്നിട്ട് അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇതിന് പകരം നമുക്ക് മുകളിൽ തന്നെ 1+2 എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് റൺ ചെയ്യുമ്പം 1ന്റെയും 2ന്റെയും വാല്യൂ, അതായത് അതിന്റെ സം എടുത്തിട്ട് അത് 3 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. അതാണ് ആ 3 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യും ആദ്യം. എന്നിട്ട് ആ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഇനി നമ്മൾ കാണാൻ പോകുന്ന അഡീഷൻ, അതായത് ഈ അഡീഷൻ പ്ലസ് സൈൻ, പ്ലസ് ഓപ്പറേറ്റർ. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ കണ്ടുപോലെ സം ചെയ്യാനാണ്. അതായത് രണ്ട് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കുകയാണ് നമ്മൾ അഡീഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂസ് കൊടുക്കാം, ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10. അതുപോലെ നമുക്ക് വേറൊരു വാല്യൂ കൊടുക്കാം, ഇൻറ്റ് ബി ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിന്റെയും സം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ അത് വേറൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. അപ്പം ഇൻറ്റ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പൊ ഇതെന്താ ചെയ്യുക, എന്റെ വാല്യൂ, അതായത് എയുടെ മെമ്മറിയിൽ എയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആയ 10ഉം അതുപോലെ ബിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആയ 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ, അതായത് 10+2 12 എന്ന് പറഞ്ഞ ആൻസർ സിയിൽ സ്റ്റോർ ചെയ്യും. നമുക്ക് ആ സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാം. അപ്പൊ നമുക്കത് കാണാം, അതിന്റെ ആൻസർ സി. ഇനി ഞാൻ റൺ കൊടുക്കുമ്പോൾ സിന്റെ വാല്യൂ, അതായത് ഈ 10+2 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും 12 എന്നാണ്. അപ്പൊ ഇതേ ഓപ്പറേഷൻ നമുക്ക് ഡബിൾ വാല്യൂസിലും ചെയ്യാം, അതായത് ഡെസിമൽ വാല്യൂസിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഡെസിമൽ നമ്പേഴ്സ് ആയിട്ട് ഒരു ഡിയും ഇയും കൊടുക്കും. അപ്പൊ ഡബിൾ പി ഇസ് ഈക്വൽ ടു 5.5. അത് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം കേട്ടോ. അതുപോലെ ഡബിൾ ഇ ഈക്വൽ ടു ഒരു 6.3 എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ രണ്ട് നമ്പേഴ്സിന്റെ സം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, അഡീഷൻ ഓപ്പറേഷൻ. അപ്പം വീണ്ടും ഇത് രണ്ടും ഡബിൾ ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഡബിളിന്റെ വാല്യൂസ് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡബിളിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അത് എറർ കാണിക്കും. ഓക്കെ, അപ്പൊ ഡബിൾ നമ്മൾ അടുത്ത വാല്യൂ, അതായത് സ്റ്റോർ ചെയ്യേണ്ട ഇതിന്റെ സം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ ഉണ്ടാക്കും, ഡബിൾ എഫ് ഇസ് ഈക്വൽ ടു ഡി പ്ലസ് ഇ. ഓക്കെ, ഇനി നമുക്കത് പ്രിന്റ് ചെയ്യാം. ഡബിൾ പ്രിന്റ് എഫ്. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ വാല്യൂ നമ്മൾ ഇവിടെ പ്രിന്റ് സി ഓൾറെഡി കൊടുത്തിട്ടുള്ളതുകൊണ്ട് എന്റെയും ബിന്റെയും വാല്യൂ സ്റ്റോർ ചെയ്തുകൊണ്ട് ആദ്യം സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെ എഫ് നമ്മൾ രണ്ടാമത് ഇവിടെ ഡിന്റെയും ഇന്റെയും സം എടുത്ത് അതുകൊണ്ട് അത് എഫിലോട്ട് സ്റ്റോർ ചെയ്തുകൊണ്ട് നമുക്ക് എഫിന്റെ സമ്മും കിട്ടും, എഫിന്റെ വാല്യൂവും കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് അഡീഷൻ ഓപ്പറേറ്റർ. അപ്പൊ ഈ വേരിയബിൾ എന്ന് പറയുന്ന ഈ ലെറ്റേഴ്സിനൊക്കെ, അതായത് നമുക്ക് ഇവിടെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ ഞാൻ എക്ക് പകരം വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ക്യാറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഇവിടെ എറർ കാണിക്കും, കാരണം എ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിഫൈൻഡ് അല്ല എന്ന് പറഞ്ഞ് കാണിക്കും.
നമുക്ക് അവിടെ വെറുതെ ക്യാറ്റ് എന്ന് കൊടുത്താണ്. ഇപ്പൊ ക്യാറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ഇത് വീണ്ടും റൺ ചെയ്താൽ അതേ ആൻസർ തന്നെ വരും. ഓക്കെ, ഇപ്പൊ ക്യാറ്റിന്റെ വാല്യൂ 10 ആയതുകൊണ്ട് 12 തന്നെ വരും. ഇപ്പൊ ഞാൻ ഇവിടെ ക്യാറ്റിന്റെ വാല്യൂ 15 ആക്കാം. അപ്പൊ അത് മാറ്റിയിട്ട് ഞാൻ റൺ ചെയ്യുമ്പോൾ 15 + 2 എന്ന് വരും. ഓക്കെ, അപ്പം അതാണ് അഡീഷനും അതുപോലെ നമ്മുടെ വേരിയബിൾസും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതിന് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് സബ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ചെയ്യുന്നത്, അതായത് മൈനസ് ഓപ്പറേറ്റർ ആണ്. ഇവിടെ നമ്മൾ A+B പകരം നമ്മൾ A-B എന്ന് കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡബിൾ വാല്യൂസിലും ഈ സബ്ട്രാക്ഷൻ ഉപയോഗിക്കും. കാരണം ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാം നമ്പേഴ്സിന് മാത്രം സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പ്ലസിന് പകരം ഇവിടെ മൈനസ് കൊടുക്കാം. അപ്പം ഇവിടെ ആദ്യം പ്രിന്റ് ചെയ്യുന്നത് 15, അതായത് A-B, 15 - 2. അപ്പൊ അത് എത്രയാണ്? നമുക്ക് 13 ആൻസർ കിട്ടണം. അപ്പൊ ആദ്യം അത് 13 പ്രിന്റ് ചെയ്യണം. അത് കഴിഞ്ഞ് 5.5 - 6.3. D ചെറുതായതുകൊണ്ട് ഒരു മൈനസ് വാല്യൂ ആയിരിക്കും കിട്ടാൻ പോവുക. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കണ്ടോ, നമുക്ക് 13 എന്ന് പറഞ്ഞ ഫസ്റ്റ് വാല്യൂ കിട്ടി. ഇവിടെ D - C എന്ന് പറയുന്നത് ഈ സാധാരണ സ്റ്റോർ ചെയ്യുമ്പം ഒരുപാട് ഡെസിമൽ പ്ലേസ് വെച്ചിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് ഇത്രയും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഇത്രയും വാല്യൂസ് വരാൻ കാരണം. ഓക്കെ, അപ്പൊ അത് വലുതായിട്ട് നോട്ടുണ്ട്. ഇപ്പൊ ഞാൻ 5.5 ഇവിടെ 6.3ക്ക് വരാൻ 5 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ചെറിയ വാല്യൂസ് ഒക്കെ ആയിരിക്കും വരിക. കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനെ പറ്റി പഠിക്കാം. മൾട്ടിപ്ലിക്കേഷൻ എന്താ? രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ്. നമുക്കിവിടെ A15 വേണ്ട A10 കൊടുക്കുക, അതായത് കുറച്ചുകൂടി എളുപ്പം. അപ്പം നമ്മൾ സിയിലോട്ട് നമ്മൾ A×10. അപ്പൊ ഇവിടെ ഇൻറ്റു എന്ന് പറയുന്നത് നമുക്ക് എക്സ് കൊടുക്കാൻ പറ്റില്ല, പകരം നമ്മൾ ആസ്ട്രിക്സ് അല്ലെങ്കിൽ സ്റ്റാർ ഓപ്പറേറ്റർ ആണ് കൊടുക്കുന്നത്. ഈ ഓപ്പറേറ്റർ ആണ്, അതായത് ഈ സ്റ്റാർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ആസ്ട്രിക്സ് ഓപ്പറേറ്റർ ആണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിപ്പോൾ ഡബിൾ വാല്യൂസിനും പറ്റും, ഡെസിമൽ വാല്യൂസിനും ഈ ഓപ്പറേറ്റർ പറ്റും. നമ്മൾ ഇത് രണ്ടിന്റെയും പ്രോഡക്റ്റ് ആണ് കണ്ടുപിടിക്കുക. അപ്പൊ 10 × 2 ആണത്, 10 × 2. അപ്പൊ അതെത്ര കിട്ടുന്നത്? നമുക്ക് 20 കിട്ടും. അതുപോലെ 5.5 × 5, ഇവിടെ നമുക്ക് 10 കൊടുക്കാം. കുറച്ചുകൂടെ ഡെസിമൽ പോയിന്റ് പോകും. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ഞാൻ ഒന്ന് റൺ ചെയ്യുക. അപ്പൊ കണ്ടോ, നമുക്ക് ആദ്യത്തെ വാല്യൂ 20 കിട്ടി, അടുത്ത വാല്യൂ 10 കൊണ്ട് ചെയ്യുമ്പോൾ ഈ ഡെസിമൽ പ്ലേസ് ഒരു ലെവല് അപ്പുറത്തോട്ട് പോകും. നമ്മുടെ മാത്സിൽ സാധാരണ പഠിക്കുന്ന പോലെ തന്നെ. ഇപ്പൊ ഞാൻ ഇവിടെ ഇതിന് പകരം ഞാനൊരു 2 ആണ് കൊടുക്കുന്നത്, 2 വേണ്ട, ഒരു 3 ആണ് കൊടുക്കുന്നതെന്ന് ഇരിക്കട്ടെ, 3.2. ഓക്കെ, അപ്പൊ ഇത് ഞാൻ റൺ ചെയ്യുമ്പോൾ നമുക്ക് 17.6 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. 3.2 × 5.5 എന്ന് പറഞ്ഞാൽ 17.6 ആണ്. ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അത് കൂടാതെ നമ്മൾ വേരിയബിൾ എന്താണെന്നും പഠിച്ചു. അതുപോലെ അസൈൻമെന്റ് ഓപ്പറേറ്റർ, അതായത് ഈക്വൽ ടുവിനെ പറ്റിയും പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവിഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഡിവിഷൻ ചെയ്യുന്ന, അപ്പൊ ഈ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ ഡിവിഷന്റെ ആ ഒരു എന്താ പറയാ, വരയും അതിന്റെ മുകളിലും താഴെയുള്ള ആ ഒരു വട്ടം, കുഞ്ഞു വട്ടം ഒന്നും നമ്മുടെ കീബോർഡിലില്ല. അപ്പൊ നമ്മൾ സാധാരണ / ആണ് ഉപയോഗിക്കുന്നത് ഡിവിഷൻ. അപ്പം A/B. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ A/B എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും അത് ചെയ്യാം. അപ്പൊ ഈ ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മാത്സിലൊക്കെ നമ്മൾ /0 എന്ന് പറയുമ്പോൾ അത് ഒരു എറർ അല്ലേ, നമ്മൾ ഇൻഫിനിറ്റിന്നായിരിക്കും നമുക്ക് /0 ഇൻഫിനിറ്റി ആയിട്ടായിരിക്കും നമ്മൾ മാത്സിലൊക്കെ ചെയ്യുന്നത്. പക്ഷെ കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ഈ /0 എന്ന് കൊടുത്താൽ അത് ഒരു വലിയൊരു എറർ ആയിട്ടായിരിക്കും ഇത് കണക്കാക്കുക. ഓക്കെ, അപ്പൊ / കഴിഞ്ഞിട്ടുള്ള വാല്യൂ എപ്പോഴും 0 അല്ലാന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ഓക്കെ, അത് 0 ആണെങ്കിൽ അത് എറർ കാണിക്കും. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിപ്പോ ഇത് രണ്ട് നമ്പേഴ്സും 0 അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ റൺ ചെയ്യുമ്പോൾ എന്തോ ഒരു ആ കാര്യം പറയാൻ വിട്ടുപോയി. അപ്പൊ നമ്മൾ ഈ ഡിവിഷൻ ഒക്കെ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഡെസിമൽ പോയിന്റ്സ് വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇൻഡ് കൊടുക്കാൻ പറ്റില്ല. ഡിവിഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക അത് ഡബിളിലേക്ക് കൊടുക്കാവും. അപ്പൊ എനിക്കിപ്പോൾ എറർ വന്നിട്ടുണ്ടോ, അപ്പൊ അതുപോലെ നിങ്ങൾക്കും ഇത് ഇൻഡിൽ കൊടുക്കാൻ നോക്കിയാൽ എറർ വരും. അപ്പൊ ഞാൻ ഇത് ഡബിളിലൊന്നാക്കുക. ഇപ്പൊ കണ്ടു, ഡബിളിലാക്കിയപ്പോൾ ആ വാല്യൂസ് എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, എറർ ഒന്നും ഇല്ലാതെ. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർക്കുക നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ /0 എന്നുള്ള വാല്യൂ വരാതിരിക്കാൻ നോക്കുക. ഡിവിഷൻ കഴിഞ്ഞിട്ട് 0 എന്നുള്ളത് ആ വാല്യൂ വരില്ല. രണ്ടാമത്തെ കാര്യം ഈ 10 /2 എന്നുള്ള വാല്യൂ, അതിന്റെ ആൻസർ സിയിൽ സ്റ്റോർ ചെയ്യുക. അപ്പൊ ഈ സിന്റെ ഡേറ്റ ടൈപ്പ് എപ്പോഴും ഡബിൾ ആയിരിക്കും, ഇൻഡ് ആകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കിട്ടി. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ഒരു ടൈപ്പ് ഓഫ് ഡേറ്റ ഓപ്പറേറ്റർ ആണ്.
അതായത് നമ്മൾ മോഡുലസ് എന്ന് പറയും. അതായത് നമ്മൾ ഇപ്പം ഡിവിഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു റിമൈൻഡർ ഒക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പോൾ ആ റിമൈൻഡർ എത്രയും നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡാട്ടിൽ ഒരു മോഡുലസ് ഓപ്പറേറ്റർ ഉണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഈ പെർസെൻറ്റേജ് സിമ്പിളാണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെയും പെർസെൻറ്റേജ് കൊടുക്കുക. അത് ഡബിൾ ഓപ്പറേറ്ററിലും വർക്ക് ചെയ്യും. അപ്പം നമുക്ക് രണ്ട് വാല്യൂസ് തമ്മിലുള്ള എന്താ പറയുക, നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം അതിനൊരു കോഷ്യന്റും കാണും, ഒരു റിമൈൻഡറും കാണും. ഈ കോഷ്യന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡിവിഷൻ, അതായത് / വെച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ. പക്ഷേ ഈ റിമൈൻഡർ കിട്ടാൻ വേണ്ടി നമുക്ക് ഡാറ്റിൽ ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഈ മോഡൽസ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് സിമ്പിൾ വെച്ച് നമുക്ക് അതിന്റെ റിമൈൻഡർ കിട്ടും. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇത് രണ്ടും ഇൻഡ് ആയതുകൊണ്ട് ഇവിടെ മോഡുലസ് റിമൈൻഡർ വരുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാല്യൂ ഇൻഡ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഇൻഡ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സ്റ്റോർ ചെയ്യുന്നത് ഇൻഡിലായിരിക്കും. ആ രണ്ട് വാല്യൂസും ഡബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങളത് എന്താ പറയാ ഡബിളിൽ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ 10/2 എന്ന് പറയുന്നത് 0 ആണ്, കാരണം 2 10ൽ ഡിവിസിബിൾ. ഇപ്പൊ ഞാൻ 3 കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നോക്കാം എന്തായിരിക്കും വരുന്നതാണ്. ഓക്കെ, 3 കൊടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. അതായത് 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. അപ്പം 10 - 9 എന്ന് പറയുന്നത് എത്രയാ? 1 തന്നെ. അപ്പം നമുക്ക് ആ റിമൈൻഡർ കിട്ടി 1 എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെയും അതേപോലെ തന്നെ. അപ്പം 3.2 എന്താ പറയാ 5.5 മോഡ് 3.2 എന്ന് പറയുന്നത് 5.5 എത്ര തവണ 3.2 പോകുന്നു നോക്കും. അത് എത്ര തവണ ഒരു എന്താ പറയാ ഒരു തവണ പോകുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ റിമൈൻഡർ ബാക്കി എത്ര വരുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ മോഡുലസ് ഓപ്പറേറ്ററും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ ആണ്. അപ്പൊ അത് നമ്മൾ പ്ലസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഞാൻ കളയുവാണ് തൽക്കാലം. ഞാൻ സ്ട്രിങ്ങിൽ ഇപ്പോൾ 2 സ്ട്രിങ്, അതായത് ഒരു ഞാൻ ഇപ്പം എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. സ്ട്രിങ് A = hello, അതാണ് ആദ്യത്തെ സ്ട്രിങ്. ഓക്കെ, രണ്ടാമത്തെ സ്ട്രിങ് എന്ന് പറയുന്നത് സ്ട്രിങ് B = വേൾഡ്. അപ്പോൾ എനിക്ക് ഈ ഹലോയും വേൾഡും 2 സ്ട്രിങ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇൻപുട്ട് ചെയ്തത്. അത് എനിക്ക് ഒറ്റ സ്ട്രിങ് ആക്കണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എനിക്ക് മൂന്നാമതൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിട്ട് C = A + B എന്ന് കൊടുക്കാം. അപ്പൊ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് സ്ട്രിങ്ങും അതുപോലെ സെക്കൻഡ് സ്ട്രിങ്ങും കൂടെ ഒരുമിച്ച് ചേർക്കും, ജോയിൻ ചെയ്യും. അതായത് ഇപ്പം നമുക്കൊന്ന് നോക്കാം, അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സിന്റെ വാല്യൂ ഇപ്പൊ പ്രിന്റ് C, നമുക്ക് നോക്കാം എന്റെ വാല്യൂ എന്താ വരുന്നത്. കണ്ടോ, ഹലോ വേൾഡ് എന്ന് ഒരുമിച്ച് പ്രിന്റ് ചെയ്തു. അപ്പൊ നമുക്കിവിടെ ഇത് ഒരുമിച്ച് സ്പേസ് ഒന്നും ഇല്ലാതെ പ്രിന്റ് ചെയ്യും, കാരണം ഞാൻ ഇവിടെ സ്പേസ് ഒന്നും കൊടുത്തില്ല. അപ്പൊ നമുക്ക് ആ സ്പേസും കൂടെ ഒന്ന് കൊടുത്തില്ല. ഓക്കെ, അപ്പൊ A എന്ന് പറയുന്നത് ഹലോ എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ഹലോ കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്പേസ് വേണ്ടത്. അപ്പൊ A കഴിഞ്ഞിട്ട് നമ്മളൊരു കോട്ട് ഇടും. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഇത്രയും ഉള്ളത്, ഇതിനെ ഈ ഒരു കോഡ്സിനകത്ത് ഒന്നും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ എംപ്റ്റി സ്ട്രിങ് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എംപ്റ്റി അല്ല. ഇപ്പൊ നമുക്ക് സ്പേസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കോട്ട് എംപ്റ്റി സ്ട്രിങ് ഉണ്ടാക്കിയിട്ട് അതിന്റെ നടുക്ക് കീബോർഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്പേസ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഒരു സ്പേസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കിട്ടും. എന്നിട്ട് നമ്മൾ വീണ്ടും ബിന് മുമ്പ് ഒരു പ്ലസും കൂടെ ഇടണം. അപ്പൊ നമുക്ക് ആ ആദ്യത്തെ വാല്യൂ, അതായത് ഹലോ വരും. അത് കഴിഞ്ഞൊരു സ്പേസ് വരും, അത് ഈ സ്പേസ് വരും. അത് കഴിഞ്ഞിട്ട് വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യും. ബിന്റെ വാല്യൂ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യും. നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഹലോ കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം എന്റെ വാല്യൂ ഹലോ എന്ന് പറഞ്ഞ് വന്നു. അത് കഴിഞ്ഞ് നമുക്ക് സ്പേസ് വന്നു. അത് കഴിഞ്ഞ് ബിന്റെ വാല്യൂ വേൾഡ് എന്നും വന്നു. അപ്പൊ ഇതാണ് കോൺകാറ്റിനേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ജോയിനിങ് ഓഫ് സ്ട്രിങ് എന്ന് പറയും. അപ്പൊ ഇത് നമ്മൾ ഡാറ്റിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. ഇത്രയും പറഞ്ഞതല്ല. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിച്ചത്? നമ്മൾ ഇന്ന് ആദ്യം എന്താണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പഠിച്ചു, അതായത് ഈക്വൽ ടു. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ പറ്റി കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ അഡീഷൻ ഓപ്പറേറ്റർ പഠിച്ചു, അതായത് പ്ലസ് ഓപ്പറേറ്റർ നമ്പേഴ്സിൽ. അപ്പൊ നമ്മൾ ഡബിളിലും കണ്ടു, അതുപോലെ ഇൻഡിജർ നമ്പേഴ്സിലും അഡീഷൻ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ സബ്ട്രാക്ഷൻ പഠിച്ചു. സബ്ട്രാക്ഷനിൽ മൈനസ് സൈൻ ഉപയോഗിക്കും, മൈനസ് ഓപ്പറേറ്റർ. അപ്പം അതിൽ നമ്മൾ ഇതുപോലെ ഇൻറ്റും ഡബിളിന്റെയും എക്സാമ്പിൾസ് കണ്ടു. പിന്നെ പഠിച്ചത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തു, അതായത് ഇൻറ്റും ഡബിളും ചെയ്തു. പിന്നെ നമ്മൾ ഡിവിഷൻ പഠിച്ചു. ഡിവിഷനിൽ നമ്മൾ 2 കാര്യം നോട്ട് ചെയ്യണമെന്നും പഠിച്ചു. അതായത് ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞ് കൊടുത്ത എറർ വരും. അതുപോലെ തന്നെ ഈ ഡബിളിലെ സ്റ്റോർ ചെയ്യാവും. അതിപ്പോ ഏത് വാല്യൂവിനെ ഡബിളിൽ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ, ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കോഷ്യന്റ്. അത് കഴിഞ്ഞ് നമ്മൾ മോഡുലസ് ഓപ്പറേറ്റർ പഠിച്ചു, അതായത് റിമൈൻഡർ കണ്ടുപിടിക്കാൻ. റിമൈൻഡർ കണ്ടുപിടിക്കാൻ നേരത്ത് 2 നമ്പറും ഇൻഡിജർ ആണെങ്കിൽ നമ്മൾ അതിന്റെ ആൻസറും ഇൻഡിജറിലെ സ്റ്റോർ ചെയ്യും, ഇൻഡായിട്ട് സ്റ്റോർ ചെയ്യാം. ഡബിൾ ആണെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ഡബിൾ ആണെങ്കിൽ നമ്മൾ ഡബിൾ ആയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താ? അത് കഴിഞ്ഞ് നമ്മൾ കോൺകാറ്റിനേഷൻ അല്ലെങ്കിൽ ജോയിനിങ് ഓഫ് സ്ട്രിങ് ആണ് പഠിച്ചത്.
സ്ട്രിങ്ങിലെ ഒരു ചെറിയൊരു ഓപ്പറേറ്റർ. ഇപ്പൊ നമ്മൾ പഠിച്ചു 2 വേർഡ്സ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഒരു പ്ലസ് ഇട്ടാൽ നമുക്കത് ജോയിന്റ് ആയിട്ട് കിട്ടും. അതപ്പം ഹലോ എന്നും വേൾഡ് എന്നും കൊടുത്താൽ അത് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലസും കൂടി ഇട്ടാൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും, ജോയിൻ ചെയ്ത് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കുറേ കാര്യങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇനിയും ട്യൂട്ടോറിയൽസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവർക്കും നന്ദി, ബൈ.